ഗുഡ് ഈവനിങ്. രഹസ്യമായി ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് വരണമെന്ന് കറിയാച്ചൻ പറഞ്ഞിട്ട് താനെന്താടോ വരാതിരുന്നത്? പുറത്തിറങ്ങിയ തല പോകുന്ന പേടിയാണോ? പേടിയോ? എനിക്ക് അതിരിക്കട്ടെ. നിങ്ങളിപ്പം വന്നത് ചന്ദനം തേടിയോ അതോ ദേവയ്യന്റെ സിരസ് തേടിയോ? എന്റെ പൊന്നു ദേവയ്യ, മന്ത്രിസഭ തന്നെ താഴെ വീഴുമെന്നായപ്പോ നാട്ടുകാരുടെ കണ്ണിപ്പൊടിയിടാൻ മുഖ്യനെടുത്തൊരു തീരുമാനമാണ്. അതൊന്നും അങ്ങനെ കാര്യമാക്കണ്ടെന്നേ. പിന്നെ ഈ ബഹളമൊക്കെ ഒന്ന് തീർന്നിട്ട് മതി തടിയും ചന്ദനമൊക്കെ മുറിക്കുന്നത്. നമ്മൾ കരാർ ചെയ്ത് ഒരു ലോഡ് കൂടി അയച്ചിട്ട് നിർത്തിയാ പോലെ. അതായിക്കോട്ടെ. എനിക്ക് മനസ്സില്ല ഇപ്പൊ ലോഡ് തരാൻ. നിങ്ങളൊക്കെ മുറിക്കാൻ പറയുമ്പോ മുറിക്കാനും മുറിക്കണ്ട എന്ന് പറയുമ്പോ മുറിക്കാതിരിക്കാനും വെറും ഒരു ആയുധമാണോ ഞാൻ? ദേവയും ശോഭിക്കാതെ ഒരു ഇത്തിരി കരുതലോടെ ബിസിനസ് നടത്തിയാൽ ഒരു കുഴപ്പം വരത്തില്ല. നമ്മൾ പറഞ്ഞു വെച്ച ലോഡ് ആദ്യം കയറട്ടെ. ഞാൻ പണം കൊണ്ടുവന്നിട്ടുണ്ട്. പണം കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? ചരക്ക് കിടത്താൻ കഴിയണ്ടേ? കാട്ടിലിപ്പോൾ മറ്റു ചിലരും തടിയോട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ ആൾക്കാർ തന്നെ. വാസു എന്തായി പറയുന്നത്? ഞങ്ങളെ ആളോ? ഒന്നും അറിയില്ലല്ലേ? കാട്ടിൽ നിന്ന് എന്റെ ഏറ്റവും വലിയ ശത്രു കൊല്ലപ്പെട്ട മാത്യുവിന്റെ മകൻ ദേവിയാണ്. എന്റെ പണിക്കാരെ പോലും കൂടുതൽ കൂലി കൊടുത്ത് അവൻ കയ്യിലെടുത്തിരിക്കുന്നു. കാട്ടിലെ തടിയും ചെന്നനോ ഇഷ്ടം പോലെ അവൻ മുറിച്ചു കിടത്തുന്നു. ഇപ്പൊ വില പറഞ്ഞിരിക്കുന്നോ എന്റെ തലയ്ക്കും. എന്റെ പൊന്നു ദേവയ്യ, എനിക്കിതൊരു പുതിയ അറിവാ. ബേബിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അവനെ ഞാൻ തളച്ചോളാം. അതിന് നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല. അതെനിക്ക് വിട്ടേക്ക്. അവൻ എപ്പോഴെങ്കിലും എന്റെ മുമ്പിലൊന്നും പെടാതിരിക്കില്ല. ദേവയ്യ, ഞാൻ പറയുന്നത് കേൾക്ക്. കുറച്ചു നാളത്തേക്ക് ഒന്ന് കണ്ടും സൂക്ഷിച്ചും നടക്കണം. അത് പറയാനാ ഞാൻ ഇവിടെ വരെ വന്നത്. തൽക്കാലം ഞാൻ ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കട്ടെ. നമ്മുടെ ലോഡ് അത് സൗകര്യം പോലെ ഞാൻ വന്നു കൊണ്ടുപോയിക്കളാവുന്നേ. നിങ്ങൾക്കൊരാപത്തും വരത്തില്ല. ഞങ്ങളൊക്കെ ഇല്ലേ ഈ നാട്ടില്. ഇതാ വരട്ടെ. എന്നെ ബലിയാടാക്കാൻ ആര് ശ്രമിച്ചാലും അവരെ ഞാൻ തകർക്കും. അത് മറക്കണ്ട.